ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്സിലെ എത്തിക്സിൻ്റെ പ്രാധാന്യം എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത്? വളരെ എളുപ്പമുള്ള ഭാഗമാണ്. എത്തിക്സ് ഇൻ ലീഡർഷിപ്പ്, എംപ്ലോയി എത്തിക്സ്, ബിസിനസ് എത്തിക്സ് ബെനിഫിറ്റ്സ്, അൺഎത്തിക്കൽ ബിഹേവിയർ എന്നിങ്ങനെ 4 ഘട്ടമായിട്ടാണ് ഇതിന് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് എത്തിക്സ് ഇൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ട് ഡൺ ബൈ ദ ലീഡേഴ്സ്. That means leadership means the prevailing management philosophy is based on ethical practices and behavior. Then the leaders within an organization can direct employees and guide them in making decisions that are not only beneficial to them as individuals but also the organization as a whole. അതായത് നിലവിലുള്ള മാനേജ്മെൻറ്റ് ഫിലോസഫി അനുസരിച്ച് എത്തിക്കൽ പ്രാക്ടീസസും ബിഹേവിയറും ഫോളോ ചെയ്യുക എന്നുള്ളത് ഓർഗനൈസേഷന് പൊതുവായിട്ടുള്ള ഒരു നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പൊതുവായ നടത്തിപ്പിന് അത്യാവശ്യമുള്ള ഘടകമാണ്. അതുകൊണ്ട് തന്നെ എവറി മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ എവറി ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ, നോട്ട് ഓൺലി ദ peoples but also the leaders within the organization can direct the employees and guide them in making decisions that are not only beneficial to them but also the organization as a whole. ഓർഗനൈസേഷന് പൊതുവായിട്ട് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻസിൻ്റെ ലീഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന വ്യക്തികൾ അവരുടെ കീഴിലുള്ള ഓരോ എംപ്ലോയീസിനെയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയും ചെയ്യണം. സോ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലീഡർഷിപ്പിൽ എത്തിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ലീഡർഷിപ്പ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ബിസിനസ്. ബിക്കോസ് ഓഫ് ദീസ് ബിൽഡിംഗ് ഓൺ എ ഫൗണ്ടേഷൻ എത്തിക്കൽ ബിഹേവിയർ ഹെൽപ്സ് ടു ക്രിയേറ്റ് ലോങ് ലാസ്റ്റിംഗ് പോസിറ്റീവ് എഫക്ട്സ് ഫോർ എ കമ്പനി. ലീഡർഷിപ്പിൽ എത്തിക്കൽ ബിഹേവിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോങ് ലാസ്റ്റിംഗ് ദീർഘകാലം പോസിറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ഹൈലി ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസിനെ കമ്പനിയിലേക്ക് ആകർഷിക്കാനും അട്രാക്റ്റ് ചെയ്യാനും കമ്പനിക്ക് പോസിറ്റീവ് റെപ്യൂട്ടേഷൻ കമ്മ്യൂണിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ റണ്ണിങ് എ ബിസിനസ് ഇൻ എൻ എത്തിക്കൽ മാനർ ഫ്രം ദ ടോപ്പ് ടു ടൗൺ, ടോപ്പിൽ നിന്നും താഴേക്ക് അതായത് മുകളിൽ നിന്നും താഴേക്ക് എത്തിക്കൽ മാനറിൽ ഫോളോ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലീഡർഷിപ്പ് മുതൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവനായിട്ട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം ബിൽഡ്സ് എ സ്ട്രോങ്ങർ ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ഓൺ ദ മാനേജ്മെൻറ്റ് ടീം, ഫർദർ ക്രിയേറ്റിംഗ് സ്റ്റെബിലിറ്റി വിത്തിൻ ദ കമ്പനി. കമ്പനിയിൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും മാനേജ്മെൻറ്റ് ടീമിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് എംപ്ലോയി എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? If the management is leading an organization in an ethical manner, then employees also follow these footsteps. മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ എംപ്ലോയീസും ഈ ഫുഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ പാത പിന്തുടരാൻ ആഗ്രഹിക്കും. അതായത് മാനേജ്മെൻറ്റിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ എല്ലാ എംപ്ലോയീസും നിർബന്ധിതരാവുകയും അവർ ആ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അവരറിയാതെ ഫോളോ ചെയ്യുകയും ചെയ്യും. സോ എംപ്ലോയീസ് മേക്ക് ബെറ്റർ ഡിസിഷൻസ് ഇൻ ലെസ് ടൈം വിത്ത് ബിസിനസ് എത്തിക്സ് ആസ് എ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ. ബിസിനസ് എത്തിക്സ് എന്ന ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എംപ്ലോയീസിന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബെറ്റർ ഡിസിഷൻസ് നേടിയെടുക്കാൻ സാധിക്കും. ദിസ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓവറാൾ എംപ്ലോയി മൊറൈൽ. ഇത് സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും എംപ്ലോയീസിൻ്റെ മൊറൈലിനെ അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യാനുള്ള മനോഭാവത്തിനെയും ആറ്റിറ്റ്യൂഡിനെയും ഇൻക്രീസ് ചെയ്യുകയും എത്തിക്സും ഓണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടെ ഓർഗനൈസേഷൻ ബെനിഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ബിസിനസ് എത്തിക്സ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The importance of business ethics reaches far beyond the employee loyalty and morale or the strength of a management team. അതായത് ഒരു ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് എംപ്ലോയിയുടെ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസനീയത അല്ലെങ്കിൽ സ്ഥാപനത്തോടുള്ള അവരുടെ ആത്മാർത്ഥത, കൂറ് ഇതൊക്കെ പറയാം. മൊറൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ മര്യാദാപൂർവമായ പെരുമാറ്റം. ഓർ ദ സ്ട്രെങ്ത് ഓഫ് എ മാനേജ്മെൻറ്റ് ടീം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ടീമിൻ്റെ സ്ട്രെങ്ത്. ദ എത്തിക്കൽ ഓപ്പറേഷൻ ഓഫ് എ കമ്പനി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രോഫിറ്റബിലിറ്റി. കമ്പനിയുടെ എത്തിക്കൽ ഓപ്പറേഷൻ എന്നുള്ളത് പ്രോഫിറ്റബിലിറ്റിയുമായിട്ടാണ് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബോത്ത് ഇൻ ഷോർട്ട് ആൻഡ് ലോങ് ടേം, ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും പ്രോഫിറ്റബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പനിയുടെ എത്തിക്കൽ ഓപ്പറേഷൻ എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത്. വെൻ ദ ബിസിനസ് ഫോളോസ് എ ഗുഡ് എത്തിക്സ്, ബിസിനസ് ഒരു ഗുഡ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നുണ്ട്. സോ ദ എത്തിക്കൽ ഓപ്പറേഷൻ ഓഫ് എ കമ്പനിയുടെ എത്തിക്കൽ ഓപ്പറേഷൻ എന്നുള്ളത് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രോഫിറ്റബിലിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ബോത്ത് ഇൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം.
വെൻ ദ ബിസിനസ് ഫോളോസ് എ ഗുഡ് എത്തിക്സ്. ബിസിനസ് ഒരു ഗുഡ് എത്തിക്സ് ഫോളോ ചെയ്യുമ്പോൾ കമ്പനിയുടെ റെപ്യൂട്ടേഷനും പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് പോസിറ്റീവ് ഇമേജ് റീറ്റെയിൻ ചെയ്യുന്നതിനും operating on an ethical foundation as relates to treatment of employees, respect to surrounding environment and fair market practices in terms of price and consumer ട്രീറ്റ്മെൻറ്റ്. സോ കൺസിസ്റ്റൻറ്റ് എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. നെക്സ്റ്റ് അൺഎത്തിക്കൽ ബിഹേവിയർ. അൺഎത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? Unethical behavior or a lack of corporate social responsibility by comparison may damage a firm's reputation and make it less appealing to the stakeholders. അതായത് എത്തിക്സിന് നിരക്കാത്ത ബിഹേവിയർ ഫോളോ ചെയ്യുന്ന ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെടുകയും അതിൻ്റെ റെപ്യൂട്ടേഷനും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലുള്ള ഇമേജ് റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. ആസ് എ റിസൾട്ട് പ്രോഫിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്യപ്പെടും. സോ എത്തിക്കൽ ബിഹേവിയർ ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബ്രിങ് സിഗ്നിഫിക്കൻറ്റ് ബെനിഫിറ്റ്സ് ടു ബിസിനസ്. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ എത്തിക്കൽ ബിഹേവിയറും ഫേമിൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും ഫേമിന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അട്രാക്ട് കസ്റ്റമേഴ്സ് ടു ദ ഫേംസ് പ്രൊഡക്ട്സ് ദെയർ ബൈ ബൂസ്റ്റിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ്. അതായത് ഫേമിൻ്റെ പ്രൊഡക്റ്റിൽ കൂടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും? സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ് എന്നുള്ളത് ബൂസ്റ്റ് ചെയ്യപ്പെടും. മേക്ക് എംപ്ലോയീസ് വാണ്ട് ടു സ്റ്റേ വിത്ത് ദ ബിസിനസ്, റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ദെയർഫോർ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അതായത് ബിസിനസ്സിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ തൊഴിലാളികളെയും ഓരോ ജീവനക്കാരനെയും പ്രേരിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അട്രാക്ട് മോർ എംപ്ലോയീസ് വാണ്ടിങ് ടു വർക്ക് ഫോർ ദ ബിസിനസ്, റെഡ്യൂസ് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് ആൻഡ് എനേബിൾ ദ കമ്പനി ടു ഗെറ്റ് ദ മോസ്റ്റ് ടാലൻറ്റഡ് എംപ്ലോയീസ്. അതായത് ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കൂടുതൽ ആളുകളെ ആകർഷിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ടാലൻറ്റഡ് എംപ്ലോയീസിനെ കമ്പനിക്ക് വേണ്ടി നേടിയെടുക്കുകയും ചെയ്യണം. നെക്സ്റ്റ് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കീപ് ദ കമ്പനീസ് ഷെയർ പ്രൈസ് ഹൈ. ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ നിക്ഷേപകരെ ആകർഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഓരോ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെയും ഷെയർ പ്രൈസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുകയും ദെയർ ബൈ പ്രൊട്ടക്റ്റിംഗ് ദ ബിസിനസ് ഫ്രം ടേക്ക് ഓവർ. ടേക്ക് ഓവറിൽ നിന്നും ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അവർക്ക് എത്തിക്സ് എന്നുള്ളത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എത്തിക്സ് ഫോളോ ചെയ്യാത്ത ബിസിനസ്സുകൾക്ക് സ്വാഭാവികമായിട്ടും വൈൻഡിങ് അപ്പോ ടേക്ക് ഓവറോ ഇതുപോലുള്ള മെർജറോ ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നും സംരക്ഷണം പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും ഷെയർ പ്രൈസ് ഹൈ ആക്കി മാറ്റുകയും ചെയ്യണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പിലുള്ള എത്തിക്സ്, എംപ്ലോയീസ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ് ബെനഫിറ്റ്സ്, അൺഎത്തിക്കൽ ബിഹേവിയർ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ലോങ് ടേം ഗ്രോത്ത്. ബിസിനസ്സിൻ്റെ ലോങ് ടേം ഗ്രോത്ത് എന്ന് പറയുന്നത് ലാർജർ പ്രോഫിറ്റ്സ് ആർ ആൾവേസ് അട്രാക്റ്റീവ്, potentially allowing the faster achievement of strategic goals and greater provision against risk and a greater sense of success and stability. അതുകൊണ്ട് തന്നെ ലാർജർ പ്രോഫിറ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഫാസ്റ്റർ അച്ചീവ്മെൻറ്റിലേക്കും സ്ട്രാറ്റജിക് ഗോളുകൾ നേടിയെടുക്കാനും ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ്സിന് ലഭിക്കുന്ന ലാർജർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലാർജർ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ലോങ് ടേം ഗ്രോത്ത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഈ ലോങ് ടേം ഗ്രോത്ത് വളർത്തിയെടുക്കാൻ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസാണ്. ബിസിനസ് ഫോളോ ചെയ്യുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. സ്മാളർ ബട്ട് സസ്റ്റൈനബിൾ പ്രോഫിറ്റ്സ് ഇൻ ലോങ് ടേം മസ്റ്റ് ബി ബെറ്റർ ദാൻ ഹയർ ബട്ട് റിസ്കിയർ ഷോർട്ട് ലീവ്ഡ് പ്രോഫിറ്റ്. സ്മാളർ പ്രോഫിറ്റുകളാണ് ഹയർ പ്രോഫിറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ റിസ്കിയർ പ്രോഫിറ്റിനെക്കാട്ടിലും എന്ത് ചെയ്യുന്നത്? സസ്റ്റൈനബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള സ്മാളർ പ്രോഫിറ്റാണ് കൂടുതൽ ബെനിഫിഷ്യലായിട്ട് മാറുക. ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ പ്രോഫിറ്റ് ബിസിനസ് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസാണ്. നെക്സ്റ്റ് കോസ്റ്റ് ആൻഡ് റിസ്ക് റിഡക്ഷൻ. കോസ്റ്റ് ആൻഡ് റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് കമ്പനീസ് വിച്ച് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് വിൽ നീഡ് ടു സ്പെൻഡ് ലെസ് പ്രൊട്ടക്ടിങ് ദംസെൽസ് ഫ്രം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ behavioral risk, especially when supported by sound governance system and independent research. അതായത് ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും അവരുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിസ്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റേണൽ റിസ്കുകളെ
റിസ്കുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. സോ എസ്പെഷ്യലി വെൻ സപ്പോർട്ടഡ് ബൈ സൗണ്ട് ഗവേണൻസ് സിസ്റ്റം ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റിസർച്ച്, ദ ലാക്ക് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ ഇൻ എ കമ്പനി ഈസ് അഡ്വേഴ്സ് ടു ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി, വിച്ച് ഇൻ ടേൺ ഹാസ് എ ഹാംഫുൾ എഫക്റ്റ് ഓൺ ദ ഹെൽത്ത് ഓഫ് ദ കമ്പനി ഓവർ ദ ലോങ് ടേം. അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷോർട്ട് ടേം കമ്പനികൾക്ക് സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ എന്നുള്ളത് എന്തായിട്ട് മാറുന്നുണ്ട്, അവരുടെ ട്രസ്റ്റും ലോയൽറ്റിയും വളർത്തിയെടുക്കാൻ ഉതകുന്ന ഒന്നായിരിക്കും. സോ ദർ ഷുഡ് ബി എ മോട്ടിവേഷൻ ഇൻ ഇറ്റ് സെൽഫ് ടു റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് ഇൻഫ്യൂസ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ എനി ഓർഗനൈസേഷനിൽ നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സിനെ കുറിച്ച് അറിയേണ്ടതും, അതുപോലെ തന്നെ ഹൈലി എത്തിക്കൽ ഓപ്പറേഷൻ ഈസ് ലൈക്ലി ടു സ്പെൻഡ് മച്ച് ലെസ് ഓൺ പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് സെൽഫ് എഗെയിൻസ്റ്റ് ദ ഫ്രോഡിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയെടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർ തിരിച്ചറിയുന്നുണ്ട്. നെക്സ്റ്റ് പബ്ലിക് സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കോർപ്പറേഷൻസ് ആർ മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്. ദർ ഈസ് ആൾവേസ് എ സസ്പിഷൻ that these profits have been achieved through not entirely ethical means. This suspicion led to major failures of business organizations today. This is of course a huge generalization and simplification of the issue, but it is the natural reaction of the general public who lack such detailed information and understanding. പബ്ലിക് സെൻറ്റിമെൻറ്റ് കനോട്ട് ബി ഇഗ്നോർഡ്. അതുകൊണ്ട് തന്നെ പബ്ലിക് സെൻറ്റിമെൻറ്റ്സിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ചില വേൾഡ് ലാർജസ്റ്റ് കോർപ്പറേഷൻസ് ഹ്യൂജ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ദർ ഈസ് ആൾവേസ് എ സസ്പിഷൻ ദാറ്റ് ദീസ് പ്രോഫിറ്റ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് ത്രൂ നോട്ട് എൻറ്റയർലി എത്തിക്കൽ മീൻസ്. എല്ലാം എത്തിക്കൽ മീൻസിൽ കൂടെയാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്പിഷൻ ചെയ്യാൻ കഴിയില്ല. എല്ലാം നേടിയെടുക്കുന്നത് എത്തിക്കൽ മീൻസിലൂടെയാണോ എന്നുള്ളത് നമുക്ക് സസ്പിഷൻ ചെയ്യാൻ കഴിയില്ല. നോട്ട് ഇൻ എത്തിക്കൽ മീൻസിലൂടെയാണോ എല്ലാം നേടിയെടുക്കുന്നത് നമുക്ക് സസ്പിഷൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് സംശയിക്കാൻ കഴിയും. എത്തിക്കൽ മീൻസിലൂടെയാണോ എന്നുള്ളത് നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും സസ്പിഷൻ, ചിലർക്ക് സംശയം ഉണ്ടാകാം. ദർ ഈസ് ആൾവേസ് എ സസ്പിഷൻ ദാറ്റ് ദിസ് പ്രോഫിറ്റ് ഹാവ് ബീൻ അച്ചീവ്ഡ് ത്രൂ നോട്ട് ഓൺ എൻറ്റയർലി എത്തിക്കൽ മീൻസിലൂടെ അല്ലാതെ ചിലപ്പോൾ പ്രോഫിറ്റ് നേടിയിട്ടുണ്ടാകാം എന്നുള്ള സസ്പിഷൻ ഉണ്ടാകും. ദിസ് സസ്പിഷൻ ലെഡ് ടു മേജർ ഫെയിലിയേഴ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇത്തരത്തിൽ സസ്പിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫെയിലിയറിലേക്ക് അത് നയിക്കും. സോ of course huge generalization and simplification of the issue, but it is the natural reaction of the general publicൻ്റെ നാച്ചുറൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസും അണ്ടർസ്റ്റാൻഡിങ്ങും സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. സോ പബ്ലിക് സെൻറ്റിമെൻറ്റ്സിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ലിമിറ്റഡ് റിസോഴ്സസ്. എന്താണ് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? പ്ലാനറ്റ് ഹാസ് ഫൈനൈറ്റ് റിസോഴ്സസ് ബട്ട് എ ഗ്രോയിങ് പോപ്പുലേഷൻ. നമ്മളെ പ്ലാനറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഫൈനസ്റ്റ് റിസോഴ്സസ് ഉണ്ട്, പക്ഷേ പോപ്പുലേഷൻ കൂടുതലാണ്. സോ വിതൗട്ട് എത്തിക്സ് ദോസ് റിസോഴ്സസ് ആർ എക്സോസ്റ്റഡ് for purely individual gain at a huge cost both to current and future generation. Just as basic financial management requires planning to ensure capital reserves and solvency, the same principles should clearly apply to the extraction and യൂസേജ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉപയോഗിക്കുമ്പോഴും അതിന് എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോയിങ്ങും അതുപോലെ തന്നെ റിസോഴ്സസ് ഫൈനൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഗ്രോയിങ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസിനെ ഇൻഡിവിജ്വൽ ഗെയിൻ നേടാൻ വേണ്ടിയിട്ട് ഓരോ പർട്ടിക്കുലർ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസിനും ഹ്യൂജ് കോസ്റ്റ് വേണ്ടി വരും. ഈ റിസോഴ്സസ് നേടിയെടുക്കാൻ വേണ്ടി ഹ്യൂജ് കോസ്റ്റ് പലപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ റിസർവുകളാക്കിയിട്ടോ ക്യാപിറ്റൽ റിസർവുകളാക്കിയിട്ടോ അഡിക്വേറ്റ് റിസോഴ്സസുകളായിട്ടോ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും നാച്ചുറൽ റിസോഴ്സസിൻ്റെ യൂസേജും അതിൻ്റെ എക്സ്ട്രാക്ഷനും പോസിബിൾ അല്ലാതെ മാറും. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്. കൺസ്യൂമർ ഈസ് ദ സെൻറ്റർ ഓഫ് ആൾ ബിസിനസ് ആക്ടിവിറ്റീസ്. എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കൺസ്യൂമറാണ്. ഇൻ ഫാക്ട് ബിസിനസ് ഈസ് എസെൻഷ്യലി മെൻ ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ വാണ്ട്സ്. കൺസ്യൂമറുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്തത് തന്നെ. അൺഫോർച്ചുനേറ്റ്ലി കൺസ്യൂമേഴ്സ് ആർ ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ഗ്രൂപ്പ്. പക്ഷേ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കൺസ്യൂമേഴ്സ് പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയും അവോയ്ഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ ദ അപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് വിൽ ഹെൽപ്പ് ടു കൺഫർ ആൻഡ് ഇംപ്ലിമെൻറ്റ് കൺസ്യൂമർ റൈറ്റ്സ്. അപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്താൽ കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ സംരക്ഷണം നേടിയെടുക്കാൻ ഉതകുന്ന ഒരു മാർഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. നെക്സ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി.
എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ബിസിനസ് എത്തിക്സ് ഈസ് എ മീൻസ് ഓഫ് മേക്കിംഗ് ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ആക്ഷൻസ്. Exploitation of consumers, employees, discriminate use of natural resources, etc. is quite common in all type of business. Compliance to ethical standards will ensure protection of consumer rights, public accountability, protection of workers' interest, and proper utilization of natural resources. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് മേക്കിംഗ് സോഷ്യലി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ആക്ഷൻസ്. ബിസിനസ്സിൻ്റെ ആക്ഷൻസിന് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, നാച്ചുറൽ റിസോഴ്സസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, ഇതെല്ലാം ബിസിനസ്സിൽ കോമൺ ആയിട്ടുള്ള ചില സന്ദർഭങ്ങളാണ്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യാൻ സമൂഹത്തിലെ റിസോഴ്സസ് ഉപയോഗിക്കുന്ന ഏതൊരു ബിസിനസ്സിനും സമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യാൻ എന്നുള്ള ഒരു ആശയം ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ എത്തിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് സോഷ്യലിസം. എന്താണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ? ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യലിസം ഇൻ ബിസിനസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഗെയിൻസ് ഓഫ് എ ബിസിനസ് മസ്റ്റ് ബി ഷെയർഡ് ബൈ ആൾ ആൻഡ് നോട്ട് ജസ്റ്റ് ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ്. സോഷ്യലിസം പ്രകാരം പറയുന്നത് വെച്ചാൽ ബിസിനസ്സിൻ്റെ നേട്ടങ്ങൾ ഷെയർ ചെയ്യുന്നത് ഓണർ മാത്രമല്ല, എല്ലാവരും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ഈസ് എ സൈൻ ഓഫ് ബിസിനസ് സ്കിൽ ആൻഡ് ടാലൻറ്റ്. ലാഭം എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം അവകാശത്തിൽപ്പെട്ടതല്ല, അത് എന്തിൻ്റെ കൂടെ ഇതാണ്? സൈനാണ്. പ്രോഫിറ്റ് ഈസ് ദ സൈൻ ഓഫ് ബിസിനസ് സ്കിൽ ആൻഡ് ടാലൻറ്റ്. ബിസിനസ്സിൻ്റെ സ്കില്ലിൻ്റെയും ടാലൻറ്റിൻ്റെയും ഒരു സൈനാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ഈസ് ആൾസോ എ റിസൾട്ട് ഓഫ് ഗ്രൂപ്പ് എഫേർട്ട്. ഗ്രൂപ്പ് എഫേർട്ടുകളുടെ ഒരു റിസൾട്ട് കൂടിയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, കൺസ്യൂമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ സക്സസ് ഓഫ് ദ ബിസിനസ്. ജീവനക്കാരും ഷെയർ ഹോൾഡേഴ്സും ഉപഭോക്താക്കളും സപ്ലയേഴ്സും മറ്റുള്ളവരെല്ലാവരും ബിസിനസ്സിൻ്റെ സക്സസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. സോ ദെർഫോർ സക്സസ് ഷുഡ് ബി ഷെയർഡ് ബൈ ആൾ കൺസേൺ. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് ഷെയർ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡസ്ട്രി. Business ethics are necessary to safeguard the interest of the small-scale business firms. The tendency of big business firm is always to dominate the market and drive away the small industries out of the market. Small-scale units can establish their position and fight for their right if the industry follow a code of ethics. അതായത് നമുക്ക് നിലവിൽ കണ്ടുവരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികൾ മാത്രമായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് പരിഗണന ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് ലഭിക്കുന്ന അതേ രീതിയിലുള്ള കൺസിഡറേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ് എത്തിക്സിൻ്റെ കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് സ്മാൾ സ്കെയിൽ യൂണിറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പൊസിഷനും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്ഥിതിയും വന്നു ചേരുന്നത്. നെക്സ്റ്റ്, കൺസ്യൂമർ മൂവ്മെൻറ്റ്. എന്താണ് കൺസ്യൂമർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? 9ാമത്തെയാണ് കൺസ്യൂമർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഗ്രോത്ത് ഇൻ കൺസ്യൂമർ മൂവ്മെൻറ്റ് ഈസ് ആൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഹാസ് നെസസിറ്റേറ്റഡ് ദ നീഡ് ഫോർ ബിസിനസ് എത്തിക്സ്. കൺസ്യൂമർ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ കൺസ്യൂമറുടെ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള വളർച്ച, ദാറ്റ് മീൻസ് എ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എമംഗ് ദ കൺസ്യൂമേഴ്സ്. പഴയ രീതിയിലുള്ള കൺസ്യൂമേഴ്സിനെ അപേക്ഷിക്കുമ്പോൾ ഇന്നത്തെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളാണ്, തിരിച്ചറിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിനെ കുറിച്ചിട്ടും കമ്മ്യൂണിറ്റിയിലെ ബിസിനസ് ചെയ്യുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും കൺസ്യൂമേഴ്സ് ഒരു മാക്സിമം അല്ലെങ്കിൽ കുറേയൊക്കെ ബോധവാന്മാരാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഈ വളർച്ച കാരണം അവരെ ചതിക്കപ്പെടാൻ അല്ലെങ്കിൽ വഞ്ചിക്കാനുള്ള ഒരു സാഹചര്യം താരതമ്യേന കുറഞ്ഞു വരികയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വഞ്ചനയുടെ അളവ് കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണ്? കൺസ്യൂമേഴ്സിന് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല പ്രൊഡക്റ്റ് ഏതാണ് തിരിച്ചറിയാനുള്ള ഒരു ശേഷി കുറേ കൺസ്യൂമേഴ്സിന് തന്നെ സ്വയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ബെറ്റർ റിലേഷൻസ് വിത്ത് ദ സൊസൈറ്റി. ബിസിനസ് എത്തിക്സ് ഈസ് നീഡഡ് ടു ഡെവലപ്പ് ഗുഡ് റിലേഷൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി. ബിസിനസ് എത്തിക്സിൻ്റെ മറ്റൊരു ആവശ്യകത പറഞ്ഞാൽ സൊസൈറ്റിയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരണമെങ്കിൽ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യണം. The relationship of business with the society has various dimensions such as its relations with the shareholders, employees, consumers, distributors, competitors and the government. ബിസിനസ്സിന് സൊസൈറ്റിയോടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതിൽ പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന് ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, കൺസ്യൂമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, ബയേഴ്സ് മാർക്കറ്റ്. എന്താണ് ബയേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? There has been a structural change in the concept of business. The concept of profit has been gradually taken over by consumer satisfaction.
ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത് ടേക്കൺ ചെയ്യുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനിൽ കൂടെയാണ്. ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. പ്രൊഡക്ഷൻ ലാർജ് സ്കെയിൽ ആവുന്നതും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ മുഖാന്തരം ചേഞ്ച് ദ ബിസിനസ് സീൻ ഫ്രം എ സെല്ലേഴ്സ് മാർക്കറ്റ് ടു ബയ്യേഴ്സ് മാർക്കറ്റ്. സെല്ലേഴ്സ് മാർക്കറ്റിൽ നിന്നും ബയ്യേഴ്സ് മാർക്കറ്റിലേക്ക് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എങ്ങനെയാ വെച്ചാൽ കാവിയറ്റ് എംറ്റർ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ് ദ ബയ്യർ ബിവെയർ എന്നായിരുന്നു പഴയ കോൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ് ദ സെല്ലർ ബിവെയർ എന്നതാണ് ഇപ്പോഴത്തെ ന്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഉപഭോക്താവാണ് പണ്ട് ശ്രദ്ധിക്കേണ്ട വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ താൻ വാങ്ങുന്ന ഉൽപ്പന്നത്തിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ട ഉപഭോക്താവായിരുന്നെങ്കിൽ ഇന്നതല്ല, എങ്ങനെയാണ്, സെല്ലറാണ്. സെല്ലറുടെ കയ്യിലുള്ള ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതും മാർക്കറ്റിൽ അത് വിൽക്കുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്, സെല്ലറുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. സോ ദ സെല്ലർ ഷുഡ് ബി അവെയർ ഓഫ് ദ മാനുഫാക്ചറിങ് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ അവെയർനെസ് പ്രൊവൈഡ് ചെയ്യേണ്ട വ്യക്തി ആരായിരിക്കണം, സെല്ലർ ആയിരിക്കണം. നെക്സ്റ്റ്, ബെനഫിഷ്യൽ ടു ബിസിനസ് ആൻഡ് സൊസൈറ്റി. എത്തിക്സ് സജസ്റ്റ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ആൻഡ് റോങ്, എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ടു എ ബിസിനസ് മാൻ. എത്തിക്സ് എന്നുള്ളത് ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം ശരി ഏത് തെറ്റെന്ന് തിരിച്ചറിയാനും എത്തിക്കൽ ഏതാണെന്നും അൺഎത്തിക്കൽ ഏതാണെന്നും ബാഡ് ഏതാണ് ഗുഡ് ഏതാണെന്ന് തിരിച്ചറിയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ ബ്രിങ്സ് ആൻ എലമെൻറ്റ് ഓഫ് ഓണസ്റ്റി, സിൻസിയറിറ്റി, ഫെയർനെസ് ആൻഡ് ഹ്യൂമൻ ടച്ച് ടു ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റികൾക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും ഫെയർനെസ്സും കൃത്യതയും അതുപോലെ തന്നെ മാനുഷിക പരിഗണനയും നൽകുന്ന ഒന്ന് തന്നെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ എവരി റെസ്പോൺസിബിൾ ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാല്യൂസ് ദ നീഡ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തമുള്ള ഏതൊരു ബിസിനസ്സിനും എത്തിക്സിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ്. ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ കോഡ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് കീ ഏരിയാസ്. ബിസിനസ് കോഡ് ഓഫ് എത്തിക്സിൽ താഴെ പറയുന്ന കീ ഏരിയാസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ദ പർപ്പസ് ആൻഡ് വാല്യൂസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ബിസിനസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പിന്നെ സൊസൈറ്റി, ഗവൺമെൻറ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ്, സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. എന്താണ് പർപ്പസ് ആൻഡ് വാല്യൂസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? ദ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി കെപ്റ്റ് ആൾവേസ് ഇൻ കൺസിഡറേഷൻ വൈൽ ക്രിയേറ്റിംഗ് ദ കോഡ്. കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ വിഷനും മിഷനും എന്താണെന്നുള്ളത് മനസ്സിൽ കൺസിഡർ ചെയ്യണം. ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ബൈ ദ കമ്പനി, പ്രൊഡക്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഗോൾസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സുകളും സർവീസുകളും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഗോൾസ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്. അവരും കമ്പനിയുടെ ഇൻറ്റഗ്രൽ പാർട്സ് ആണ്. സോ ദ എംപ്ലോയീസ് വെൽഫെയർ, വർക്കിംഗ് കണ്ടീഷൻസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഹരാസ്മെൻറ്റ് ഇഷ്യൂസ് ആൻഡ് റിട്ടയർമെൻറ്റ് plans should be mentioned. Maximization of returns to shareholders is the basic purpose of any business. Every business organization knows the importance of customer satisfaction. The payments to the supplier should always be on time. ഇതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ച കോഡ് ഓഫ് എത്തിക്സിൽ ഫോളോ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ്. നെക്സ്റ്റ്, സൊസൈറ്റി, ഗവൺമെൻറ് ആൻഡ് എൻവയോൺമെൻറ്റ്. അതെന്താ പറയുന്നത്? ദ കംപ്ലയൻസ് വിത്ത് ദ ലോസ് ആൻഡ് ദ സോഷ്യൽ നോംസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. അതായത് നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാമൂഹിക നോംസിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴോ അതിനെതിരെ ആക്ഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദ കമ്പനീസ് ആക്ടിവിറ്റി ഷുഡ് ആൾവേസ് ബി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതുകൊണ്ട് തന്നെ കമ്പനി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റികളും കോഡ് ഓഫ് എത്തിക്സും പൂർണ്ണമായിട്ട് എന്തായിരിക്കണം? പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കണം. പരിസ്ഥിതി സൗഹാർദ്ദം പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കമ്പനി ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ്. എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ആൾവേസ് ഇമ്പോർട്ടൻറ്റ് ദ കോഡ് ഈസ് ഇംപ്ലിമെൻറ്റഡ് പ്രോപ്പർലി. അതായത് കോഡ് ഓഫ് എത്തിക്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമല്ല അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് ദ കോഡ് ഈസ് റീച്ച്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് പ്രോപ്പർലി ബൈ ആൾ. എല്ലാവരിലേക്കും കൃത്യമായി എത്തിച്ചേരുകയും അവർക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുകയും ചെയ്യണം. സോ അവയർനെസ് ക്യാമ്പയിൻസ് ആൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി റൺ ഇഫ് റിക്വയർഡ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ബിസിനസ്സിൻ്റെ കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്ന് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവയർനെസ് ക്യാമ്പയിൻസുകളും ട്രെയിനിങ് പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. നെക്സ്റ്റ്, സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. എന്താണ് സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ? ദ ഫീഡ്ബാക്ക് ഈസ് ആൾവേസ് നെസസറി ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ കോഡ്. കോഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ കോഡിൻ്റെ ഇവാലുവേഷനും ഇംപ്രൂവ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നുള്ളത് അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ആൻ ആനുവൽ റിപ്പോർട്ട് ഷുഡ് ബി ഗിവൻ ടു ദ ബോർഡ് മെമ്പേഴ്സ്. ബിസിനസ്സിൻ്റെ കോഡ് ഓഫ് എത്തിക്സിനെ സംബന്ധിച്ചുള്ള ഒരു ആനുവൽ റിപ്പോർട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ബോർഡ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. റിവ്യൂ പ്രൊസീജിയർ ഷുഡ് ബി ക്രിയേറ്റഡ് ടു അപ്ഡേറ്റ് ദ കോഡ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യ സന്ദർഭങ്ങളിൽ റിവ്യൂ പ്രൊസീജിയറും എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. റിവ്യൂ പ്രൊസീജിയർ ഷുഡ് ബി ക്രിയേറ്റഡ്
ടു അപ്ഡേറ്റ് ദ കോഡ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റിവ്യൂ പ്രൊസീജിയറും ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോഡ്സുകളാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ബിസിനസ് എത്തിക്സ് ഹെൽപ്സ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ടു സ്റ്റാൻഡ് ഓൺ ദ സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് ഇൻറ്റഗ്രിറ്റി, ഫെയർനെസ് ആൻഡ് ട്രസ്റ്റ്. അപ്പോൾ ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അറ്റംപ്റ്റ്സ് ടു അപ്ലൈ ദ തിയററ്റിക്കൽ എത്തിക്സ് ടു ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ എത്തിക്സിൻ്റെ തിയററ്റിക്കൽ എത്തിക്സിനെ അപ്ലൈ ചെയ്യുന്നതിനാണ് ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. മൈൻഡിലുള്ള തിയററ്റിക്കൽ എത്തിക്സിനെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയററ്റിക്കൽ എത്തിക്സിനെ പ്രാക്ടിക്കൽ ആക്കുന്നതിനാണ് ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് എത്തിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രാക്ടിക്കലാക്കിയിട്ട് തിയററ്റിക്കൽ എത്തിക്സിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് എത്തിക്സ് അല്ലെങ്കിൽ ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു ചെറിയ ഭാഗം കൂടിയും പറയുന്നുണ്ട്, കുറച്ച് വലിയ വീഡിയോ ആണ്. എന്താണ് പറയുന്നത്? റോൾ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്സിലെ എത്തിക്സിൻ്റെ റോൾ എന്താണ്? ഇത് വളരെ ഈസിയാണ്. എന്തൊക്കെയാണ്? ഒന്ന് കസ്റ്റമർ റിലേഷൻഷിപ്പ്, പിന്നെ ബിസിനസ് ലോസ്, പിന്നെ യൂസ് ഓഫ് ഓർഗനൈസേഷൻസ് റിസോഴ്സസ്, പിന്നെ നീഡ്സ് ഓഫ് സൊസൈറ്റി. കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഫോർ എ ബിസിനസ് ടു അച്ചീവ് ലോങ് ടേം പ്രോഫിറ്റ്സ്. ലോങ് ടേം പ്രോഫിറ്റ് നേടിയെടുക്കാൻ ബിസിനസ്സിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ടു ഗെയിൻ എ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് അച്ചീവ് കസ്റ്റമർ റിട്ടേൺ for the business needs to be based on ethics. The trustworthiness of a business, its customer service, its customer care, its way of dealing with the customers and its urge to retain the old customers is a part of business ethics. അതായത് ഓൾഡ് കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നുള്ളതും ബിസിനസ്സിൻ്റെ കസ്റ്റമർ സർവീസ് എങ്ങനെയാണെന്നും കസ്റ്റമർ കെയർ എങ്ങനെയാണെന്നും കസ്റ്റമറിനോടുള്ള ട്രസ്റ്റ് വർത്തിനെസ് എങ്ങനെയാണെന്നും എന്ത് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സാണ് അതിൻ്റെ എത്തിക്സിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബിസിനസ് ലോസിൽ എന്താ പറയുന്നത്? മോസ്റ്റ് ഓഫ് അസ് ആർ കൺസേൺഡ് അബൌട്ട് മേക്കിംഗ് മണി ഫോർ അവർ ബിസിനസ് ആൻഡ് വി കാറ്റർ ടു ദ ലീഗാലിറ്റീസ് ഇൻ ബിസിനസ് ബട്ട് വി സെൽഡം ബോദർ ടു ബേസ് അവർ ബിസിനസ് ഓൺ എത്തിക്സ്. അറ്റ് ടൈം എത്തിക്കൽ ഡ്യൂട്ടീസ് ഓഫ് ബിസിനസ്മാൻ ആൻഡ് പ്രൊജക്ട് മാനേജേഴ്സ് കുഡ് ബി മോർ അബൈഡിങ് ദാറ്റ് ഈവൻ ദ ബിസിനസ് ലോസ്. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് മാത്രം ബിസിനസ്സിനെ കണക്കാക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? അത് നിയമത്തിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അബൈഡിങ് ലോസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. സോ എത്തിക്സ് ഈസ് എ ഫാർ റീച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് ഗോസ് ബിയോണ്ട് ദ ഐഡിയ ഓഫ് മേക്കിംഗ് മണി ലീഗലി. നിയമപരമായിട്ട് മാത്രം പണം നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ ബിസിനസ്സിനെ കണക്കാക്കാൻ പാടുള്ളൂ. നിയമവിരുദ്ധമായിട്ട് മണി ക്രിയേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലീഗൽ മൈൻഡ്നെസ് അവർക്ക് ഉണ്ടാവില്ല, നിയമത്തിൻ്റെ കെട്ടുറപ്പ് ഉണ്ടാവില്ല. സോ എത്തിക്കൽ വാല്യൂസ് ആർ വേ എഹെഡ് ഓഫ് ഏണിംഗ് മണി. അതായത് എങ്ങനെ പണം സ്വരൂപിക്കാം എന്നതിൻ്റെ ഒരു വാല്യൂസാണ് എത്തിക്കൽ വാല്യൂസ് പ്രൊവൈഡ്. എത്തിക്സ് ഈസ് മോർ അബൌട്ട് ഏണിംഗ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഇൻ ബിസിനസ്സിലെ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസ് ഓഫ് ഓർഗനൈസേഷൻസ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾ ഹൂ സീക്ക് മോട്ടിവേഷൻ ബിഹൈൻഡ് ബീയിങ് എത്തിക്കൽ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ എത്തിക്കൽ ബൈ ഡെഫിനിഷൻ. അതായത് എത്തിക്സ് ഫോളോ ചെയ്യാൻ ആവശ്യപ്പെടുന്ന വ്യക്തികൾ തന്നെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കണം? എത്തിക്സ് ഫോളോ ചെയ്യുന്നവരായിരിക്കണം. സോ ദ ബെനഫിറ്റ്സ് ഗിവൻ ബൈ ബിസിനസ് ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ എൻ അൺഫെയർ മാനർ. ബിസിനസ് ഓർഗനൈസേഷന് ലഭിച്ചിട്ടുള്ള ബെനഫിറ്റ്സ് ഒരു അൺഫെയർ മാനറിൽ ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. The use of companies' resources for personal benefits and taking an undue advantage of business resources is completely unethical. കമ്പനിയുടെ റിസോഴ്സസ് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുകയോ കമ്പനിയുടെ റിസോഴ്സസിൽ നിന്നും അൺഡ്യൂ അഡ്വാൻറ്റേജസ് നേടിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അൺഎത്തിക്കലായിട്ട് മാറും. യൂസിങ് ദ വെൽത്ത് ഓഫ് ദ ബിസിനസ് ഫോർ പേഴ്സണൽ റീസൺസ് ഈസ് നോട്ട് എത്തിക്കൽ. ബിസിനസ്സിൻ്റെ വെൽത്ത് എന്നുള്ളത് പേഴ്സണൽ റീസൺസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അത് എത്തിക്കൽ അല്ലാത്ത ഒരു പ്രവൃത്തിയായിട്ട് മാറും. യൂസിങ് ദ കമ്പനീസ് ഫണ്ട് ഫോർ പേഴ്സണൽ റീസൺസ് ഈസ് ആൾസോ അൺഎത്തിക്കൽ. ആൾദോ and a thoughtful and a careful utilization of companies resources is a part of business ethics. കമ്പനിയുടെ റിസോഴ്സസിനെ കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ശ്രദ്ധാപൂർവ്വം യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നതായിട്ട് മാറുള്ളൂ. സോ എ വിജിലൻ്റ് ആൻഡ് എ പ്രൊഡൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഈസ് എൻ എസെൻഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. റിസോഴ്സുകളുടെ വിജിലൻ്റ് ആയതും പ്രൊഡൻ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷനാണ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് നീഡ്സ് ഓഫ് സൊസൈറ്റി. ആക്സെപ്റ്റിംഗ് ബ്രൈബ്സ്, പ്ലീസിംഗ് ദ സോ കാൾഡ് ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റ്സ്, ഫേവറിംഗ് എ പാർട്ട് ഓഫ് ദ കസ്റ്റമേഴ്സ് വൈൽ ബീയിങ് അൺഫെയർ ടവേഴ്സ് ദ അതേഴ്സ് ഈസ് എഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ്. അതായത് കൈക്കൂലി വാങ്ങുക, അതുപോലെ തന്നെ ചില ക്ലയൻറ്റിന് വേണ്ടി മാത്രമായിട്ട് കമ്മിറ്റ്മെൻറ്റ് നടപ്പിലാക്കുക, അതുപോലെ തന്നെ
ഫേവറിങ് എ പാർട്ട് ഓഫ് ദ കസ്റ്റമേഴ്സ്, ഒരു പാർട്ട് ഓഫ് ദ കസ്റ്റമേഴ്സിന് ഫേവർനെസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ബിസിനസ് എത്തിക്സായി മാറും. സോ ദ പ്രൈമറി എയിം ഓഫ് ബിസിനസ് ഈസ് നോട്ട് ജസ്റ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് നേടുക എന്നത് മാത്രമല്ല ബിസിനസ്സിൻ്റെ പ്രൈമറി എയിം എന്നുള്ളത്. ഇറ്റ് ഈസ് റാദർ ടു കാറ്റർ ടു ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് വർക്ക് ടുവേഴ്സ് ബെനഫിറ്റിംഗ് ദ മാസസ്. സൊസൈറ്റിയുടെ നീഡ്സുകൾ കാറ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ലോങ് മാസസ് ആളുകൾക്ക് വേണ്ടിയിട്ട് ബെനഫിറ്റ്സുകൾ നേടിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നത് കൂടി ബിസിനസ്സിൻ്റെ നീഡാണ്. സോ ഇറ്റ് ഈസ് റാദർ ടു കാറ്റർ ടു ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് വർക്ക് ടുവേഴ്സ് ബെനഫിറ്റിംഗ് ദ മാസസിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ള കൂടി അതിൻ്റെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കുറച്ച് വലിയൊരു വീഡിയോ ആണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഒന്ന്, റോൾ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്സിലെ എത്തിക്സിൻ്റെ റോള്, ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്സിലെ എത്തിക്സിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രാധാന്യത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, പിന്നെ ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള ഭാഗം. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.